നമസ്കാരമുണ്ട്. ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയ്ക്കകം വട്ടപ്പറമ്പ് ദേവീക്ഷേത്രത്തിൽ അതിപുരാതനമായ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 10-60-70 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള അമ്പലത്തിൻ്റെ ഒരു കുളമാണ്, ക്ഷേത്രക്കുളമാണ് കാണിക്കുന്നത്. ഈ ക്ഷേത്രക്കുളമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടൽക്കാട് പോലെ എല്ലാം വളർന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ആ കുളത്തിൻ്റെ അകത്തോട്ട് കയറി ഇറങ്ങി നിൽക്കുന്നത്. കരിയിലാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ അടിയിലെല്ലാം വെള്ളമാണ്, എപ്പോഴും എല്ലാ വർഷവും വെള്ളമാണ് ഇതിൻ്റെ അടിക്ക്. കണ്ടൽക്കാട് വളർന്നിരിക്കുകയാണ്. പണ്ട് ഇവിടെ രാജാക്കന്മാരുള്ള സമയത്ത്, രാജാക്കന്മാരുടെ കുളമായിരുന്നു, രാജാക്കന്മാരുള്ള കോട്ടയ്ക്കകത്ത് വട്ടപ്പറമ്പിൽ രാജാക്കന്മാരുള്ള സമയത്ത് ഇതിലായിരുന്നു കുളിക്കുകയോ എടുക്കുകയോ പറ്റുക. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് മഴയാക്കാത്തൊരു നിലവാതിൽ, അതായത് ഇവിടുന്ന് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ രാജാക്കന്മാർ ഇതിൻ്റെ അടിക്കൂടാണ് കടലിലോട്ട് പോകുന്നത്. ഒരു നിലവാതിൽ, അത് അടച്ചിട്ടേക്കുവാണ്. ഒരു ദിവസം ഇതുപോലെ ഒരു കാളയും കൊണ്ടൊരു കർഷകനോടെ കുളിപ്പിക്കാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇറങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇറങ്ങി അന്നേരം തന്നെ കടലിൽ പോയി. അതായത് ഒരു നങ്കൂരമാണ്, രാജാക്കന്മാർ പോയിക്കൊണ്ടിരുന്നൊരു നങ്കൂരമാണ്. അവിടെ ഇപ്പോൾ അടച്ചിട്ടേക്കാം, മണ്ണ് കയറി കിടക്കുവാണ്. അപ്പോൾ ഇത് വലിയൊരു കുളമാണ്, അതായത് ഒരു 10-25 സെൻറ്റിനകത്ത് വലിയൊരു കുളം കണ്ടൽക്കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ നവീകരണ പ്രവർത്തനം ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ കുളം അറിയാത്തവർ വന്നൊന്ന് കാണുക കേട്ടോ. ആൾക്കാർക്കെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ മൈദുവല്യത്ത എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ കുളത്തിൻ്റെ ഈ കോട്ടയ്ക്കകം വട്ടപ്പറമ്പിൻ്റെ കാര്യസ്ഥനായിട്ടുള്ളത്. അദ്ദേഹമാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് കുളം ആർക്കെങ്കിലും നവീകരിച്ച് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.